ഹലോ, അസ്സലാമലൈക്കും. അസ്സലാമലൈക്കും. ഉസ്താദെ, ഒരു വീഡിയോ കണ്ടു, അത് യാഥാർത്ഥ്യമാണോ? ഒരു മിലാദ് സമ്മേളനത്തിന്റെ, അത് കുരുവട്ടൂരിസം അയ്വാ. എന്റെ പേര് മുഷ്താഖ്, ഞാൻ കണ്ണൂരാണ്. ഒരു വീഡിയോ കണ്ടു, പ്രചരിക്കുന്നുണ്ട്. അപ്പൊ ആ മ്യൂസിക്കുള്ള പരിപാടി ഉള്ളത് തന്നെയാണോ? അല്ല, അത് ഹറാമല്ലേ മ്യൂസിക്? ആ പാടിയ ഡാൻസ് ഒക്കെ കളിക്കുന്ന രൂപത്തിൽ കണ്ടു. പറയുമ്പോ എന്താ ആൾക്കാർക്ക് അതില് താല്പര്യം? എന്താ കുഴപ്പം? എല്ലാം ഡാൻസ് തന്നെ കേട്ടാൻ പറ്റുമോ? ഇവിടെ ഷാബീറാത്തിയിൽ ആടല്ലേ ഡാൻസാണ്. ഡാൻസാന്ന് പറയുന്നത് അല്ല ചങ്ങ, നീയൊക്കെ കൂടി പറയിപ്പിക്കലോടെ. ഞാൻ വിചാരിച്ച ഇല്ലാത്തതായിരിക്കും. നീയൊക്കെ കൂടി പറയിപ്പിക്കല്ലോ സമുദായത്തിന. ഉളുപ്പുണ്ട് ചങ്ങായി. റസൂലുള്ളാന്റെ പേരിൽ ആടുവന്നാ എന്താറിയല്ലോ പറയുന്നത്? നബിദിന പരിപാടി, റസൂലുള്ളാന്റെ പേരിൽ നബിദിന പരിപാടി വെച്ചിട്ട് തുള്ളി കളിക്കലാ, മ്യൂസിക്കുള്ള പാട്ടും വെച്ചിട്ട്. ആരാ അവിടെ പറഞ്ഞാ ഇത്? നിങ്ങളെ റസൂലാരാ? കുരുവട്ടൂറ മറ്റേ ആഫിദ നിങ്ങളെ റസൂല്? അങ്ങനെയല്ലേ? ആ കുട്ടി ഇതിപ്പോ മൂന്നാമത്തെ നമ്പർ നിലയ്ക്ക് വിളിച്ചണേ. ആര്? നല്ല പാട്ടൊക്കെ വിളിച്ചു. ആരായിക്കോട്ടെ. ഏതായാലും നിങ്ങളെ ഒരു പരിപാടി, മൗലൂദിന് ഡേറ്റ് തരും നിങ്ങളാടെ നടത്തിയിട്ടാ ഡാൻസ് ഒക്കെ കളിച്ചാല്? എങ്ങനെ? നിങ്ങളെ വീട്ടിൽ നടത്തിയിട്ടാലേ ഡാൻസ് ഒക്കെ കളിച്ചാല് മൗലൂദിന് നിങ്ങൾ വന്ന് ചെല്ലി തന്നാ മതി. അല്ലേ? നിങ്ങൾക്കുള്ള അതിനുള്ള എല്ലാ കാര്യങ്ങളൊക്കെ നമ്മള് ഏറ്റെടുത്തോളാം. ആയിക്കോട്ടെ ആയിക്കോട്ടെ. നിങ്ങൾ ഡേറ്റ് തരുമോ? ഇത് പറഞ്ഞ ഞാനന്ന് നമുക്ക് അന്നാണ് ശരിയാക്കാം. എന്നാ അടുത്ത തിങ്കളാഴ്ച ആക്കിയാലോ? ആയിക്കോട്ടെ, അങ്ങനെ ആക്കട്ടോ. നിങ്ങളുടെ കയ്യിൽ ഉൾപ്പെടുത്താൻ എന്തൊക്കെ ചെല്ല? നിങ്ങൾക്ക് എന്താ വേണ്ടിയൊക്കെ നമുക്ക് ചെല്ലാം. അല്ല, നിങ്ങളാണ് ചെല്ലിയിട്ടാ നമ്മൾ അറിയാത്ത പറഞ്ഞ ചെല്ലിയ വെച്ചാല് അത് വേണോ? അതെന്തായാലും വേണം. പിന്നെ സലാംബൈത്ത് വേണോ? പിന്നെ ലജ്ജാവതിന്റെ സ്റ്റെപ്പ് ഉണ്ടോ നിങ്ങളടുത്ത്? ഏത് ലജ്ജാവതി ഇല്ല നമ്മളെ? ആരാണ് അത്? നിങ്ങളെ പാടിയ ഒരു പാട്ടാണ് ലജ്ജാവതി എന്നറിയും. ഇട്ട ഒരു പാട്ടാ. അതിന്റെ രീതിയിലൊരു അങ്ങനത്തെ അതിന്റെ രീതിയിലൊരു സ്റ്റെപ്പ് വേണം നമുക്ക്. നിങ്ങൾ കളിച്ചിട്ടാലേ നല്ല ഊരി ഇതൊക്കെ കുലുക്കിയിട്ടുള്ള ഒരു കളി, നല്ല സെറ്റപ്പ്. ലജ്ജാവതി അതാണല്ലേ? അതാണ്. അത് വേണം. ഹലോ, നിങ്ങളുടെ നേരത്തെ കട്ട് ചെയ്താൽ നമ്മൾ പരിപാടി ഡേറ്റ് ഫിക്സ് ആക്കില്ലല്ലോ, ഒരു എന്തിലെത്തിക്കാതെ. എങ്ങനെ? ലജ്ജാവതിന്റെ ആള്? അതന്നെ. ആയിക്കോട്ടെ. അപ്പൊ എന്നാ നമ്മൾ പരിപാടി ഡേറ്റ് തിങ്കളാഴ്ച തന്നെ അല്ലേ? ഹലോ, എന്താ പറയും? തിങ്കളാഴ്ച വരൂലേ? വരൂട്ടോ. അപ്പൊ നമ്മൾ പറഞ്ഞ ആ പാട്ടെന്തായാലും കൊള്ളിക്കണം. അതിന് നല്ലൊരു സ്റ്റെപ്പും വേണം. ആയിക്കോട്ടെ. നിങ്ങൾ അവിടെ അവതരിപ്പിച്ച എല്ലാ പാട്ടുകളും ഉൾക്കൊള്ളിക്കണം. നിങ്ങൾ എത്ര ക്യാഷ് എങ്ങനെയാ? ഹലോ, അനക്കൊക്കെ ഏതായാലും ഇങ്ങനായി, അന്റെ ഒക്കെ അവസ്ഥ എങ്ങനെ ആയിപ്പോയല്ലേ എങ്ങായോ?
പരിപാടി വെക്കുമ്പോ നോക്കണ്ടേ? പരിപാടി വെച്ചിങ്ങാന് പിന്നെ കോൾ വരുമ്പോ നായെ പട്ടിയൊന്നും വിളിച്ചിട്ട് കാര്യണ്ടോ? പരിപാടി വെക്കുമ്പോ നോക്കണോ? ഓരോ ത്വരീക്കത്ത് പോയി ഞാൻ കൂടുമ്പോ നോക്കണം ഒക്കെ. അവിടെ തന്നെ എനിക്ക് വലിയ ആണത്തുണ്ടെങ്കിൽ ഞങ്ങൾ നടത്തിയ പരിപാടിയിൽ ഏത് മദ്ഹബാണെങ്കിലും ഫിഖ് സംബന്ധമായി എന്താണെങ്കിലും പ്രശ്നം തെളിയിക്കാൻ ചങ്കൂറ്റുണ്ടെങ്കിൽ അതിന് ഒരുങ്ങുക. അപ്പൊ അത് ഒരു തെറ്റുമില്ല. അതിനെനിക്ക് ആണത്തുണ്ടെങ്കിൽ ഇവിടെ ഞങ്ങൾ പാടി പാട്ട് മഹാന്മാര് അബ്ദുൾ റസാഖ് മസ്താന പോലത്തെ ആൾക്കാർ പാടിയ ലജ്ജാവതി ആണ്. എന്നിട്ട് നാളെ പരിപാടി ഇതൊരു മുസ്ലിം ആണെങ്കിൽ എനിക്കൊരു ഫിഖ് സംബന്ധമായ കാഴ്ചപ്പാടുണ്ടെങ്കിൽ ഏത് അടിസ്ഥാനത്തിലാണ് പറയുന്നത് എന്നാണ് ഒരു മിനിറ്റ് ഞങ്ങൾക്ക് ഈ മിനിറ്റ് എനിക്കായി എന്തോ തെളിയിച്ചോ നിങ്ങൾക്ക് എന്നാൽ ഈ സ്റ്റേജ് പരിപാടി നിങ്ങൾക്ക് പൊതു സദസ്സിൽ ഈ പരിപാടി വെച്ചാൽ പോരെ? എല്ലാ സ്ഥലത്തും പോയി ഡാൻസ് കളിക്കുക. നിങ്ങൾ തെളിവിനാക്കി നിങ്ങൾ ഡാൻസ് കളിച്ചില്ല. ഡാൻസ് നിങ്ങൾ മ്യൂസിക്കുള്ള പാട്ടിട്ട് ഇങ്ങനെ ഡാൻസ് കളിച്ചിട്ട് അതിന് ഒരു തെളിവ് നിങ്ങൾ കൊണ്ടുവരും. നിങ്ങൾക്ക് വലിയ കാഴ്ചപ്പാടുള്ള ആളാണ്. അത് നിങ്ങൾ കൊണ്ടുവരും. എന്റെ വീട്ടിൽ ഞാൻ നടത്തിയ പരിപാടിക്ക് കുഴപ്പമുണ്ടെന്ന് പറയുന്ന ആളിച്ചാണ്. ഇതാ കുഴപ്പത്തിൽ തെളിയിക്കാൻ കാണത്തുണ്ടെങ്കിൽ വല്ലതും പഠിച്ചിട്ടുണ്ടെങ്കിൽ എന്ത് അതിനുള്ള നീ നടത്തിയുള്ള തെളിവ് നീ ഞാൻ നടത്തിയ പരിപാടിക്ക് കുഴപ്പമില്ലെന്ന് പറയാണെങ്കിൽ ഇതത് പാട്ട് വെച്ച് എന്ത് തെളിവ് എനിക്കുള്ളത് അത് പറയും. നീ എന്ത് ഇതല്ലെങ്കിൽ ഞാൻ ഉസ്താമാനെ കുരുത്തക്കേടെന്ന് അറിയല്ലേ? കാന്തറുസ്ഥാന്റെ പറയാനുള്ള സുഖമാണ്. ഈ കുരുത്തക്കേട് മനസ്സിലായ ഇപ്പൊ സാധാരണക്കാർക്കൊക്കെ ബോധ്യപ്പെടുന്നുണ്ട് എന്താണ് നടക്കുന്നത്. നീ കൊറേല് ഡാൻസ് നടത്തിയിട്ട് പറയാണ് ഇത് ശരിയല്ല എന്നതിന് എന്തെങ്കിലും ഫിഗിയ തെളിവുണ്ടോന്ന് ഉളുപ്പുണ്ടാക്കാവോ ചോദിക്കാം. എന്തെങ്കിലും ഫിഗിയ തെളിവുണ്ടോന്ന് ഉളുപ്പുണ്ടാക്കാവോ ചോദിക്കാന് ഒരു സാധാരണക്കാരനാണെങ്കിൽ സംസാരിക്കാൻ കഴിയോ? ഈ റബീഉൽ മാസത്തില് ഞങ്ങൾ ഈ ആമാശമുന്നേറ്റം നടത്തിയ റബീഉൽ മൊത്തം പരിപാടി വെച്ചുടേനോ? പൊതു സദസ്സിലല്ലേ ഈ പറയാനുണ്ടോ? ഒന്നും പറയാനുണ്ടാവില്ല. ഒന്നും തന്നെ പറയാനുണ്ടാവില്ല. വിളിക്കുന്ന ആള് എനിക്കെതിരെ വല്ല ആണത്തുണ്ട്. ഇത് ശരിയാവുന്നതെന്ന് വല്ലതും അറിയിച്ച് തെളിയിച്ചോ ചങ്ങായി. നീ നടത്തി ശരിയാവുന്ന നീ തെളിന്റെ ആവശ്യമില്ലല്ലോ. നീ ശരിയാണെന്ന് നീ നീ ചോദ്യം ഏത് മതബന്ധത്താണ് നടത്തി? അത് പറഞ്ഞ എനിക്ക് ഏത് മതബന്ധം ഞാൻ അംഗീകരിക്കാൻ റെഡി. ഏത് മതബന്ധത്തെ ഞാൻ നടത്തി? അത് ഏത് മതബന്ധത്തിൽ കുഴപ്പം പറഞ്ഞേജി? ഏത് മതബന്ധത്തെ കുഴപ്പമില്ലാത്ത അതെന്ന് പറഞ്ഞ ഏത് മതബന്ധത്തെ കുഴപ്പമില്ലാത്ത ഇത് ഏത് മതബന്ധത്തെ കുഴപ്പം പറഞ്ഞു പറഞ്ഞു? മതമാണ് ഇത് പറഞ്ഞ ഞാനന്ന് നമുക്കന്നാണ് ശരിയാക്കാം. എന്നാ അടുത്ത തിങ്കളാഴ്ച ആക്കിയാലോ? ആയിക്കോട്ടെ, അങ്ങനെ ആക്കട്ടോ. നിങ്ങളുടെ കയ്യിൽ ഉൾപ്പെടുത്താൻ എന്തൊക്കെ ചെല്ല? നിങ്ങൾക്ക് എന്താ വേണ്ടി നമുക്ക് ചെല്ലാം. അല്ല നിങ്ങളാണ് ചെല്ലിയിട്ടാ നമ്മൾ അറിയാത്ത പറഞ്ഞപ്പോ ചെല്ലിയ വെച്ചാല് അത് വേണോ? അതെന്തായാലും വേണം. പിന്നെ സലാംബൈത്ത് വേണോ? പിന്നെ ലജ്ജാവതിന്റെ സ്റ്റെപ്പ് ഉണ്ടോ നിങ്ങളടുത്ത്? ഏത് ലജ്ജാവതി ഇല്ല നമ്മളെ? ആരാണ് അത്? നിങ്ങള് പാടിയ ഒരു പാട്ടാണ് ലജ്ജാവതി എന്നറിയും. പാട്ടാ? ഇറ്റാല് പാട്ടാ. അതിന്റെ രീതിയിലൊരു അങ്ങനത്തെ അതിന്റെ രീതിയിലൊരു സ്റ്റെപ്പ് വേണം നമുക്ക്. നിങ്ങൾ കളിച്ചിട്ടാല് നല്ല ഊരി ഇതൊക്കെ കുലുക്കിയിട്ടുള്ള ഒരു കളി, നല്ല സെറ്റപ്പ്. ലജ്ജാവതി അതാണല്ലേ? അതാണ്. അത് വേണം. നായിയോടുന്ന്. ഹലോ, നിങ്ങളുടെ നേട്ടം കട്ട് ചെയ്താൽ നമ്മൾ പരിപാടി ഡേറ്റ് ഫിക്സ് ആക്കില്ലല്ലോ. ഒരു എന്തിലെത്തിക്കാതെ എന്റെ എങ്ങനെ നേരത്തെ ഉച്ചല്ലേ ലജ്ജാവതിന്റെ ആള്?
അതന്നെ അതന്നെ. ആയിക്കോട്ടെ. അപ്പൊ എന്നാ നമ്മൾ പരിപാടി ഡേറ്റ് തിങ്കളാഴ്ച തന്നെ അല്ലേ? അതന്നെ നിങ്ങൾക്ക് എന്നാലും സ്റ്റേജ് പരിപാടി നിങ്ങൾക്ക് പൊതു സദസ്സിൽ ഈ പരിപാടി വെച്ചാൽ പോരെ? എല്ലാ സ്ഥലത്തും പോയി ഡാൻസ് കളിക്കുക. നിങ്ങൾ തെളിവിനാക്കി നിങ്ങൾ ഡാൻസ് കളിച്ചില്ല. ഡാൻസ് നിങ്ങൾ മ്യൂസിക്കുള്ള പാട്ടിട്ട് ഇങ്ങനെ ഡാൻസ് കളിച്ചിട്ട് അതിന് ഒരു തെളിവ് നിങ്ങൾ കൊണ്ടുവരും. നിങ്ങൾക്ക് വലിയ കാഴ്ചപ്പാടുള്ള ആളാണ്. അത് നിങ്ങൾ കൊണ്ടുവരും. എന്റെ വീട്ടിൽ ഞാൻ നടത്തിയ പരിപാടിക്ക് കുഴപ്പമുണ്ടെന്ന് പറയുന്ന ആളിച്ചാണ്. ഇതാ കുഴപ്പത്തിൽ തെളിയിക്കാൻ കാണത്തുണ്ടെങ്കിൽ വല്ലതും പഠിച്ചിട്ടുണ്ടെങ്കിൽ എന്ത് അതിനുള്ള നീ നടത്തിയുള്ള തെളിവ് നീ ഞാൻ നടത്തിയ പരിപാടിക്ക് കുഴപ്പമില്ലെന്ന് പറയാണെങ്കിൽ ഇതത് പാട്ട് വെച്ച് എന്ത് തെളിവ് എനിക്കുള്ളത് അത് പറയും. നീ എന്ത് ഇതറിഞ്ഞിപ്പോ ഞാൻ ഉസ്താമാൻ കുരുത്തക്കേടെന്ന് അറിയല്ലേ? കാന്തറുസ്ഥാന്റെ പറയാനുള്ള സുഖമാണ്. ഈ കുരുത്തക്കേട് മനസ്സിലായ ഇപ്പൊ സാധാരണക്കാർക്കൊക്കെ ബോധ്യപ്പെടുന്നുണ്ട് എന്താണ് നടക്കുന്നത്. നീ കൊറേല് ഡാൻസ് നടത്തിയിട്ട് പറയാണ് ഇത് ശരിയല്ല എന്നതിന് എന്തെങ്കിലും ഫിഗിയ തെളിവുണ്ടോന്ന് ഉളുപ്പുണ്ടാക്കാവോ ചോദിക്കാൻ. എന്തെങ്കിലും ഫിഗിയ തെളിവുണ്ടോന്ന് ഉളുപ്പുണ്ടാക്കാവോ ചോദിക്കാന് ഒരു സാധാരണക്കാരനാണെങ്കിൽ സംസാരിക്കാൻ കഴിയോ? അല്ല ചങ്ങ, നീയൊക്കെ കൂടി പറയിപ്പിക്കലോടെ ഞാൻ ഇല്ലാത്തതായിരിക്കും. നീയൊക്കെ കൂടി പറയിപ്പിക്കല്ലോ സമുദായത്തിന. ഉളുപ്പുണ്ട് ചങ്ങായി. റസൂലുള്ളാന്റെ പേരിൽ ആടുവന്നാ എന്താണ് ഇയല്ലേ പറയുന്നത്? നബിദിന പരിപാടി റസൂലുള്ളാന്റെ പേരിൽ നബിദിന പരിപാടിയും വെച്ചിട്ട് തുള്ളി കളിക്കല മ്യൂസിക്കുള്ള പാട്ടും വെച്ചിട്ട് ആരാ അവിടെ പറഞ്ഞതാ ഇത്? നിങ്ങളെ റസൂലാരെ കുരുവട്ടൂറ മറ്റേ ആഫില നിങ്ങളെ റസൂല് അങ്ങനെയല്ലേ? ആ കുട്ടി ഇതിപ്പോ മൂന്നാമത്തെ നമ്പർ നിലക്ക് വിളിക്കണേ. ആര്? നല്ല പാട്ട് വിളിച്ചു. ആരായിക്കോട്ടെ. ഏതായാലും നിങ്ങളെ ഒരു പരിപാടിയിൽ മൗലൂദിന് ഡേറ്റ് തരും. നിങ്ങളാടെ നടത്തിയിട്ടാ ഡാൻസ് ഒക്കെ കളിച്ചാല് എങ്ങനെ നിങ്ങളെ വീട്ടിൽ നടത്തിയിട്ടാലേ ഡാൻസ് ഒക്കെ കളിച്ചാല് മൗലൂദിന് നിങ്ങൾ വന്ന് ചെല്ലി തന്നാ മതി. അല്ലേ? നിങ്ങൾക്കുള്ള അതിനുള്ള എല്ലാ കാര്യങ്ങളൊക്കെ നമ്മള് ഏറ്റെടുത്തോളാം. ആയിക്കോട്ടെ ആയിക്കോട്ടെ. നിങ്ങൾ ഡേറ്റ് തരുമോ? ഹലോ, അസ്സലാമു ഉസ്താദെ, ഒരു വീഡിയോ കണ്ടു. അത് യാഥാർത്ഥ്യമാണോ? ഒരു മിലാദ് സമ്മേളനത്തിന്റെ അത് കുരുവട്ടൂരിസം അയ്വാ. എന്റെ പേര് മുസ്താഖ്, ഞാൻ കണ്ണൂരാണ്. ഒരു വീഡിയോ കണ്ടു പ്രചരിക്കുന്നുണ്ട്. അപ്പൊ ആ മ്യൂസിക്കുള്ള പരിപാടി ഉള്ളത് തന്നെയാണോ? അല്ല, അത് ഹറാമല്ലേ മ്യൂസിക്? ആ പാടിയ ഡാൻസ് ഒക്കെ കളിക്കുന്ന രൂപത്തിൽ കണ്ടു. പറയുമ്പോ എന്താ ആൾക്കാർക്ക് അതില് താല്പര്യം എന്തായി? ആടുന്നതിനെന്താ കുഴപ്പം? എല്ലാം ഡാൻസ് തന്നെ കേട്ടാൻ പറ്റുമോ? ഇവിടെ ഷാബിറാത്തിയിൽ ആടല്ലേ ഡാൻസാ? ഡാൻസാന്ന് പറയും. ഹലോ, എന്താ പറയും? തിങ്കളാഴ്ച വരൂലേ? വരൂട്ടോ. അപ്പൊ ഞമ്മൾ പറഞ്ഞ ആ പാട്ടെന്തായാലും കൊള്ളിക്കണം. അതിന് നല്ലൊരു സ്റ്റെപ്പും വേണം. ആയിക്കോട്ടെ. നിങ്ങൾ അവിടെ അവതരിപ്പിച്ച എല്ലാ പാട്ടുകളും ഉൾക്കൊള്ളിക്കണം. നിങ്ങൾ എത്ര ക്യാഷ് എങ്ങനെ? ഹലോ,
അനക്കൊക്കെ ഏതായാലും ഇങ്ങനായി അന്റെ അവസ്ഥ ഇങ്ങനായി പോലെ എങ്ങയ്യോ പരിപാടി വെക്കുമ്പോ നോക്കണ്ടേ, പരിപാടി എത്തിങ്ങാന് പിന്നെ കോൾ വരുമ്പോ നായെ പറ്റിയൊന്നും വിളിച്ചിട്ട് കാര്യം ഉണ്ടോ? ഒക്കെ പരിപാടി വെക്കുമ്പോ നോക്കണോ, ഓരോ തെരീക്കത്ത് പോയി ഞാൻ കൂടുമ്പോ നോക്കണോക്ക. തന്നെ എനിക്ക് വലിയ ആണത്തുണ്ടെങ്കിൽ ഞങ്ങൾ നടത്തിയ പരിപാടിയിൽ ഏത് മദ്ഹബാണെങ്കിലും ഫിഖ് സംബന്ധമായി എന്താണെങ്കിലും പ്രശ്നം തെളിയിക്കാൻ ചങ്കൂറ്റുണ്ടെങ്കിൽ അതിനെ ഒരുങ്ങുക. അപ്പൊ അത് ഒരു തെറ്റുമില്ല. ഇതിപ്പോ നിങ്ങളൊരു ഇവിടെ ഞങ്ങൾ പാടി പാട്ട് മഹാന്മാര് അബ്ദുൾ റസാഖ് മസ്താന പോലത്തെ ആൾക്കാർ പാടിയ ലജ്ജാവതിയാണ്. എന്നിട്ട് നാളെ അത് നേരം പരിപാടിയിൽ ഇതൊരു മുസ്ലിം ആണെങ്കിൽ എനിക്കൊരു ഫിഖ് സംബന്ധമായ കാഴ്ചപ്പാടുണ്ടെങ്കിൽ ഏതടിസ്ഥാനത്തിലാണ് പറയുന്നത് എന്നാണ് ഞങ്ങൾക്ക് ഒരു മിനിറ്റ് ഞങ്ങൾക്ക് ഈ റബീൽ എനിക്കായി ആണ്